മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് നമ്മൾ മലയാളികളുടെ ഒരു സ്ഥിരം പരിപാടിയാണല്ലോ. അത്തരത്തിലുള്ള ഒരു ഉത്സവ വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്താമെന്ന് കരുതി. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ വീഡിയോയിലേക്ക്. അപ്പോൾ ഞാൻ ശരിക്കും പോയത് വീക്കെൻഡായിരുന്നു. അതുകൊണ്ട് കൂടുതലും ഇവിടെ കാണാൻ പറ്റിയത് ഫാമിലീസൊക്കെ ആയിരുന്നു. പിന്നെ കുറേ വെറൈറ്റി കാഴ്ചകൾ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ കബ്ബൺ പാർക്കിൽ സാധാരണ വീക്കെൻഡ്സ് ഒരു ടീം വൈസായിട്ട് വരാറുണ്ട്. അതായത് ഓരോ അസോസിയേഷൻസൊക്കെ വന്ന് പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഗ്രൂപ്പുകൾ ഇവിടെ പ്രോഗ്രാം നടത്തുന്നത് കണ്ട്. പിന്നെ ഫാമിലീസായിരുന്നു കുറേ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഫാമിലിയായിട്ട് വന്നിരിക്കുന്നവർ തനിയെ ഒരാളാണെങ്കിൽ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഉദ്ദേശിച്ച പോലുള്ള കാഴ്ചകളൊക്കെ കുറേ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടുപേരും അവിടെ നിന്ന് അവർ ഈ ലോകത്തേ അല്ല എന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അതിന് അടുത്ത് പോയി സൂം ചെയ്തൊന്നും എടുക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. പോരെങ്കിലും എപ്പോൾ തല്ല് കിട്ടുമെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് അതും പറ്റിയില്ല. രസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇതിൻ്റെ അടുത്തൊക്കെ കുറേ ആൾക്കാർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്ക് കിടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവരൊന്നും ഒന്നിനെക്കുറിച്ചും ബോധേഡല്ല. ഇതിങ്ങനെ ഇത് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോ കബ്ബൺ പാർക്കിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിലും ഒത്തിരി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാര്യം ഇതിപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു അവയർനെസ് വേണ്ടിയിട്ട് കൂടി എടുത്തതാണ്. അത് ഞാൻ എടുത്ത വീഡിയോയിൽ കുറേ ഉണ്ടായിരുന്ന സ്കൂൾ കുട്ടികളായിരുന്നു. സ്റ്റുഡൻസ് ക്ലാസ് കട്ട് ചെയ്തിട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള കുൽസിത പ്രവൃത്തികൾ കാണിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീക്കെൻഡ് ആയതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾ വരാൻ സാധ്യതയില്ല. അപ്പോൾ കുറച്ചുകൂടി മുതിർന്ന ആൾക്കാരാണ്. ഇത് കണ്ടേ കുഞ്ഞു കുട്ടികൾ. അപ്പോൾ ഫാമിലിയായിട്ട് വരുന്നവരാണ്. ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ അത് കപ്പിൾസാണെന്ന് കാണാൻ പറ്റും. ഇനി അവിടെ കിടക്കുന്നവരുണ്ട്. ശരിക്കും കണ്ടാൽ നമുക്ക് തന്നെ ചിരി വരും കേട്ടോ. എന്തൊക്കെയാണ് അവരുടെ ഒരു പ്രകടനങ്ങൾ. ഇത് നോക്കിക്കേ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പുറകിൽ നിന്ന് പോകുന്ന സമയത്ത് രണ്ടുപേരും അവിടെ കിടക്കുമായിരുന്നു. അവർ കാണിക്കുന്നത് കണ്ടാൽ നമുക്ക് ചിരി വരും. ഇത് ഡോഗ്സിനെ കൊണ്ട് ട്രെയിൻ ചെയ്യിക്കാൻ വരുന്നവരാണ്. അങ്ങനെ ഓരോരുത്തർ അവരവരുടെ ലോകത്ത് മുഴുകിയിരിക്കുന്ന വളരെ മനോഹരമായ കാഴ്ചകളടങ്ങിയ ഒരു സ്ഥലമാണ് കബ്ബൺ പാർക്ക് എന്ന് പറയുന്നത്. ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ 2 പാർക്കുകളാണ്. ഒന്ന് കബ്ബൺ പാർക്കും ഒന്ന് ലാൽബാഗും. ഒരുപാട് ഏകദേശം 200-ന് പുറത്ത് ഏക്കർ കാണാനുണ്ട്. ഈ ലാൽബാഗ് എന്ന് പറയുന്നത് വേറൊരു വൈബാണ്. അവിടെ ഇത്രയും മരങ്ങളില്ല, കുറേ ഓപ്പൺ പ്ലേസ് ആണ്. അതൊക്കെ കുറേ വെളിച്ചം ഉണ്ടാകും. പക്ഷേ കബ്ബൺ പാർക്ക് എന്ന് പറയുമ്പോൾ കൂടുതലും മരങ്ങളുള്ളതുകൊണ്ട് കുറച്ചുകൂടി ഇരുണ്ടൊരു പ്രദേശമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് വിജയ് മല്യയുടെ UB സിറ്റി അദ്ദേഹത്തിൻ്റെ വീടൊക്കെ കാണാൻ പറ്റും. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സൈഡ് മൊത്തം കോടതികളാണ്, ഹൈക്കോർട്ടിൻ്റെ ഭാഗങ്ങളാണ്. പിന്നെ വിധാനസൗധ, നിയമസഭാ മന്ദിരം എന്ന് പറയും. പിന്നെ ഒരു സൈഡിൽ ചിന്നസ്വാമി സ്റ്റേഡിയം, പിന്നെ എയറോനോട്ടിക്കലിലെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഈ കബ്ബൺ പാർക്കിന് ചുറ്റും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഒരു ദിവസം വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകത്തില്ല. ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ കൂടാഞ്ഞിട്ട് കുറേ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ടാറ്റാ, ബൈ.